നല്ല മുഴുത്ത ഒരു കടച്ചക്ക അപ്പച്ചൻ കറി വയ്ക്കാൻ വാങ്ങി കൊണ്ടുവന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ പകുതി കറി വയ്ക്കാൻ എടുത്തുള്ളൂ. അപ്പോൾ ബാക്കി പകുതി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതെടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായത് ഇങ്ങനെ അരിഞ്ഞു കേട്ടോ. ഞാൻ നമ്മുടെ ബോർഡിൽ സ്ലൈസിങ് ബോർഡിൽ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യണേ കേട്ടോ. കാരണം എനിക്കിത് നേരിട്ട് ഇങ്ങനെ ചീവിടാനായിട്ട് പേടിയായിട്ടാണ് ചെയ്തത്. അങ്ങനെ ചെയ്യണം നല്ലത്. പിന്നെ നല്ല ചൂടായ എണ്ണയിലേക്ക് ഞാനതങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ, നന്നായിട്ടൊന്ന് മൊരിയണം കേട്ടോ. അത് ഇങ്ങനെ കയ്യിൽ വെച്ച് ഇളക്കുമ്പോൾ ഒരു കലപിലാന്നിങ്ങനെ സൗണ്ട് കേൾക്കും. അതാണ് അതിൻ്റെ പാകം. ആ സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളം തെളിച്ച് കൊടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് ആ പൊട്ടൽ നന്നായിട്ട് പൊട്ടും. അതൊക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ വാങ്ങിയെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. പക്ഷെ നല്ല സ്വാദുണ്ട് കേട്ടോ ഈ കടച്ചക്ക വറുത്തത്. നിങ്ങൾ വീട്ടിൽ കടച്ചക്ക ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കടച്ചക്ക വാങ്ങുകയാണെങ്കിലോ ഇതുപോലെ ഒന്ന് വറുത്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിൽ നമുക്ക് കടച്ചക്ക വറുത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് എല്ലായിടത്തും വാങ്ങാൻ കിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ് ഈ കടച്ചക്ക വറുത്തത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതുപോലെ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് പറയണേ.